ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLന്റെ മിനി ഓപ്ഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു കാര്യം കുറച്ചു മുൻപ് സംഭവിച്ചിരുന്നു. മറ്റൊന്നുമല്ല, സൗത്ത് ആഫ്രിക്കൻ താരമായ ക്വിന്റൺ ഡി കോക്ക് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് 1 കോടി രൂപക്കാണ് ഡി കോക്കിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡി കോക്ക്. അദ്ദേഹത്തെ വീണ്ടും തിരികെ എത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് തീരുമാനിക്കുകയായിരുന്നു. രോഹിത് ശർമ്മയും ഡി കോക്കും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അടുത്ത IPLൽ നമുക്ക് കാണാൻ കഴിയുക. ഡി കോക്ക് കൂടി എത്തിയതോടെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ വിദേശ നിര പൂർത്തിയായിട്ടുണ്ട്. ശക്തമായ ഒരു വിദേശ നിര തന്നെ മുംബൈക്കുണ്ട്. ഡി കോക്ക് വരുന്നു, കൂടാതെ റയാൻ റിക്കൾട്ടൺ അവിടെയുണ്ട്. ഷെർഫൈൻ റുദർഫോർഡിനെ അവർ എത്തിച്ചിട്ടുണ്ട്. ട്രേഡിലൂടെയായിരുന്നു എത്തിച്ചിരുന്നത്. അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ്. കൂടാതെ വിൽ ജാക്സ്, കോർബിൻ ബോഷ്, മിച്ചൽ സാന്റനർ, ട്രെന്റ് ബോൾട്ട്, അല്ല ഗസൻഫാർ, ഇങ്ങനെ നല്ല ഒരു വിദേശ താരനിര തന്നെ അവകാശപ്പെടാൻ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു നിര ഇപ്പോൾ പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില താരങ്ങളുടെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജോണി ബാരസ്റ്റോ നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹം അൺസോൾഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്തെന്നാൽ ജാമി സ്മിത്ത് അൺസോൾഡ് ആയിട്ടുണ്ട്. നല്ല രൂപത്തിലുള്ള ഒരു വില അദ്ദേഹത്തിന് ലഭിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജാമി സ്മിത്ത് അൺസോൾഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ബെൻ ഡക്കറ്റിന് ഒരു ടീമിനെ ലഭിച്ചിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് ബെൻ ഡക്കറ്റിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 2 കോടി രൂപക്കാണ് ബെൻ ഡക്കറ്റിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ ഫിൻ അലനെ KKR സ്വന്തമാക്കിയിട്ടുണ്ട്. 2 കോടി രൂപ നൽകിക്കൊണ്ടാണ് ഫിൻ അലനെ കൊൽക്കത്ത ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ മികച്ച താരങ്ങളെ തന്നെയാണ് ഡൽഹിയും KKRഉം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.